അപ്പം നമ്മുടെ വിശേഷങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഒരാളെ വിളിക്കാൻ പോവാണ്. അതായത് ഭാഷകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ഭാഷ അറിയാവുന്ന മലയാള സിനിമയ്ക്ക് സ്വന്തമായിട്ടൊരു ഭാഷ നൽകിയ ഒരാളാണ് നിത്യ. അപ്പം ഞാൻ നിത്യയ്ക്ക് ഒരു ഭാഷ കേൾപ്പിച്ചു തരാം. അപ്പം അത് കേട്ടിട്ട് എന്താണ് മനസ്സിലായോ എന്താണെന്നൊക്കെ ഒന്ന് എന്നോട് പറയണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം ആ ഭാഷ ഏതാണെന്ന് ഒന്ന് കേട്ടോളൂ. எல்லாருக்கும் கும்பிடு நம் தூர் சேதிக்கு வாய் இந்த சேதி வாய்க்காத சிவானி முக்கியமான சேதிகா വയനാട് രാഹുൽ ഗാന്ധി എംപിത് ഓഫീസിനെ അടുത്തിട്ട് അട്ടപ്പാടി യൂത്ത് കോൺഗ്രസ് സമര ആക്രമണം നടത്തി. SFI ഇത് കൊടിയെ നാശമണിനർ. SFI ഇത് കൊടിയെ യൂത്ത് കോൺഗ്രസ് നാശമണിനെന്നല്ലേ SFI അതുക്കെതിരായി എതിർപ്പ് കാട്ടി സമരം നടത്തിയത്. ജനമൈത്രി എക്സൈസോടെ തെലമതി ലഹരി വിരുദ്ധ ദിനത്തോടെ ഭാഗമായി ആരോഗ്യമാത പള്ളിക്കൂടത്തി മെഡിക്കൽ ക്യാമ്പ് വെത്താറ്. മനസ്സിലായോ എന്തെങ്കിലും? കുറച്ചൊക്കെ മലയാളം തമിഴും കന്നഡയും കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ കേരളത്തിലുള്ള ഒരു ഭാഷയും കൂടിയാണിത്. അപ്പൊ ഈ ഭാഷയിൽ ന്യൂസ് വായിച്ചതാണ് നമ്മളിപ്പോ കേട്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഈ ഭാഷ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇതാണ് ഫസ്റ്റ് ടൈം. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഭാഷ ഉണ്ടായത്, എന്താണ് ഇതിന്റെ, ഇപ്പൊ നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും വേർഡുകളുണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് ഈ ഭാഷയുടെ നമ്മൾ പറയുമല്ലോ ഈ ഭാഷ സൃഷ്ടിച്ച ആള് അല്ലെങ്കിൽ ഈ ഭാഷ ഇവിടെ പറഞ്ഞ ഒരാള് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ആളെ വിളിച്ചിട്ട് അവരെടുത്ത് തന്നെ ചോദിക്കാം. ഓക്കെ, യെസ്. അപ്പൊ സോ ലെറ്റ്സ് വെൽക്കം അട്ടപ്പാടിയിൽ നിന്ന് ശിവാനി. അപ്പോൾ ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അട്ടപ്പാടിക്കാരുടെ ഒരു അഭിമാനമാണ് ശിവാനി ചേച്ചി അല്ലേ? കാരണം അവരുടെ പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാൻ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞങ്ങൾ കണ്ടു LED വേൾഡിൽ ഒരു ന്യൂസ് വായിക്കുന്നതൊക്കെ കേട്ടു. അപ്പോൾ ആ ഭാഷയെക്കുറിച്ചുള്ള കൗതുകമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. മലയാളവും തമിഴും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭാഷയാന്ന് തോന്നുന്നു അല്ലേ? കന്നഡ ഉണ്ട്, ഹിന്ദി, കന്നഡ, തമിഴ്, മലയാളം ഒക്കെ ഉണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭാഷയാണ്. അപ്പൊ ചേച്ചി ചെറുപ്പം മുതൽ ഈ ഭാഷ അറിയുന്ന ആളായിരുന്നു, അതേ പിന്നെ പഠിച്ചെടുത്തതാണോ? അല്ലല്ല, ഇത് ജന്മന നമ്മൾ പാരമ്പര്യമായിട്ടുള്ളതാണ്. ഈ ഭാഷയുടെ ഒരു പേരുണ്ടോ ഇതിന്? ഞങ്ങള് അങ്ങനെ പേരില്ല, ലിപിയില്ല. ഇത് നമ്മള് ജനിക്കുമ്പോ തന്നെ ഇത് നമ്മള് ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ ഊരില് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ഭാഷയാണ്. ഊരില് സംസാരിക്കുന്ന ഇതാണ്. അതായത് ആ ഒരു അട്ടപ്പാടിയിലെ ആൾക്കാരെല്ലാവരും സംസാരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ. അതെ, പക്ഷെ എഴുത്തില്ല, ഈ കൊങ്ങിണി പോലെയൊക്കെ തന്നെ അല്ലെ, സംസാര ഭാഷയായിട്ട് മാറിക്കും. അപ്പോ ചേച്ചിയുടെ വീട്ടിലുള്ളവരും ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് എല്ലാവർക്കും ഈ ഭാഷ അറിയാത്തവരായിട്ട് ആരുമില്ല. ആൻഡ് ഈ ഒരു ഭാഷയിൽ ന്യൂസ് ഇങ്ങനെ പറയണം എന്നുള്ളത് നിങ്ങളുടെ നാട്ടിൽ ആരെടുത്ത തീരുമാനമായിരുന്നു? അത് എപ്പോ മുതലാ അങ്ങനെ? ഇത് ഒരു വർഷത്തോളായുള്ളൂ. അപ്പൊ അതുവരെ എങ്ങനെയായിരുന്നു? അതുവരെ നമുക്ക് ഈ മലയാള ന്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഇവര് ഇത് അതിന്റെ പടങ്ങളും അതിന്റെ ഇതും മാത്രമേ കണ്ടുള്ളൂ മനസ്സിലാക്കുള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ, മലയാളം പറയുമ്പോൾ മനസ്സിലാവാത്ത ആളുകളുണ്ട്. ഇപ്പൊ കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ടഫായിട്ടുള്ള വാക്കുകളും ഓരോ പ്രദേശങ്ങളെ കുറിച്ചൊക്കെ അറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അത് നമ്മുടെ ഭാഷയിലേക്ക് ആക്കി അതിനെ കൂടുതൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരോട് പറയുമ്പോൾ അവർ കൂടുതൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഈ ഭാഷയിലെ പാട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടേതായിട്ടുള്ള? ഉണ്ട്. ഒരു പാട്ട് നമുക്ക് കേട്ടാൽ ഈ ഭാഷയില്. ലാലേ 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 മല്ലീശ്വരാ ദേവാടവനെ നമ്മ തൊഴുവവർക്ക് നാമ പോകിലമാ. ലാലേ 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 കാരമടേ ദേവാടവനെ നമ്മ തൊഴുവവർക്ക് നാമ പോകിലമാ. തില്ലേലേലേലോ തില്ലേലേലോ ലേലോ തില്ലേലേലോ ലേലോ തില്ലേലേലോ പനലി മേലെ ദേവാടവനെ നമ്മ തൊഴുവവർക്ക് നാമ പോകിലമോ. ലാലേ 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 ലാലേ. അടിപൊളി, എല്ലാരും തകർത്തു. അതായത് ഈ പാട്ട് കേട്ടപ്പോ നമുക്ക് പെട്ടെന്ന് നഞ്ചിയമ്മ പാടിയ പാട്ടിന്റെ ഒരു നഞ്ചിയമ്മ സംസാരിക്കുന്നതും ഏകദേശം ഈ ഭാഷയെന്ന് തോന്നുന്നു അല്ലേ? അതെ, നഞ്ചിയമ്മ ഞങ്ങളുടെ ഇരുള
ഇരുള വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇരുള. ഓ, അപ്പൊ ഇതാണ് ഇരുളൻ ഭാഷ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അതിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതല്ലേ? ആ വിഭാഗത്തിലുള്ള പാട്ടുകളാണോ ഇത്? നഞ്ചിയമ്മ പാടിയതും നഞ്ചിയമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാട്ടാണല്ലോ ഇതോ? ഈ പാട്ടോ? ഇത് സാധാരണ നമ്മൾ എല്ലാ ചടങ്ങുകൾക്കും ഉപയോഗിക്കുന്നതും നമ്മൾ പാരമ്പര്യമായിട്ട് ആചരിച്ചു വരുന്ന പാട്ടും കൂടെയാണ്. എല്ലാത്തിനും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓരോ പാട്ടുണ്ടല്ലേ? കല്യാണത്തിന്, എല്ലാത്തിനും പാട്ടുണ്ട്. വെള്ളത്തിന് നോക്കി പാട്ട് പാടും, കൃഷിയെ നോക്കി പാട്ട് പാടും, ഒരു പെണ്ണ് നടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പാട്ട് പാടും. അങ്ങനെ നിരവധി നമ്മുടെ ആൾക്കാർ ഒന്നിനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ നമ്മൾ കള പറിക്കുമ്പോൾ അതിനുള്ള പാട്ട്, കൃഷിയുടെ, അങ്ങനെ നിരവധി. ഈ പെണ്ണ് നടന്നു വരുമ്പോ പാട്ട് പാടുന്നു പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കളിയാക്കി ഒരു പാട്ട് പാടിക്കോ അല്ലേ? ആ ചേച്ചിമാര് കോറസ് കൂടെ പാടണം കേട്ടോ. ആ ചേച്ചി തകർക്കുന്നു, പാടിക്കോ. ഞങ്ങളാണ് ആ നടന്നു വരുന്ന രണ്ട് പെണ്ണുങ്ങൾ. ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നു, പെൺകൊടികൾ നടന്നു വരുന്നു, പാടിക്കോ. തില്ലേലേലേലേലേലോ പിള്ളേരങ്കാമ, തില്ലേലേലേലേലേലോ പിള്ളേരങ്കാമ, തില്ലേലേലേലേലേലോ പിള്ളേരങ്കാമ, തില്ലേലേലേലേലേലോ പിള്ളേരങ്കാമ. പാടാലും പാപ്പേനടി പിള്ളേരങ്കാമ, പാത്തി കണ്ടി നിപ്പേനടി പിള്ളേരങ്കാമ. പാടാലും പാപ്പേനടി പിള്ളേരങ്കാമ, പാത്തി കണ്ടി നിപ്പേനടി പിള്ളേരങ്കാമ. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ തില്ലേലല്ല, എന്തോട് പാക്കാതെ പാക്കറടി റാക്കമ്മ. അത് ഇപ്പൊ ഒരു ആളിങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ കളിയാക്കി നിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ നോക്കും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ്. പാത്താലും പാപ്പേനടി പിള്ളേറങ്കാമ, പാത്ത് കിട്ട നോക്കിക്കൊണ്ടേ ഇരിക്കും. ഓ, അങ്ങനെയൊക്കെ. ആ, അടിപൊളി. പക്ഷെ നല്ല രസമുണ്ടല്ലോ, ഒരു ഓളം ഉണ്ട് ആ പാട്ടിനും വരികൾക്കും ഒക്കെ. ഇഷ്ടപ്പെട്ടു, അടിപൊളി. നമ്മൾ ന്യൂസ് കേട്ടപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനത്തെ സീരിയസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഭാഷയിൽ, ഇതേപോലെ പാട്ടുകളും. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലൊരു ഇതുപോലെ ഒരു ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ? ഒരുപാട് ചടങ്ങുകളൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും. ഒരു കുട്ടി ആദ്യം പ്രായപൂർത്തിയാവുമ്പോൾ അതിന് പ്രത്യേക ചടങ്ങുകളുണ്ട്. മരണത്തിനും ചടങ്ങുകളുണ്ട്. മരണത്തിൽ തന്നെ മരണം സംഭവിക്കുന്ന വീട്ടിൽ അവർക്ക് വിഷമം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആചാരപ്രകാരം ഇത് മരിച്ച ആളുടെ ബോഡി വെച്ചിട്ട് ചുറ്റും അതിൽ ഇതുപോലെ കെട്ടി, അപ്പോൾ അത് അതിന് ചുറ്റും എല്ലാവരും നൃത്തം ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ അവര് കൂടുതലും വിഷമത്തിലേക്ക് പോകില്ല, അപ്പൊ അതിൽ ലയിച്ചു പോകും. അപ്പൊ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യും. അങ്ങനെയുണ്ട്. പിന്നെ അതിന്റെ ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളതിനുണ്ട്. കല്യാണം നടത്തുമ്പോഴും ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ പല ഇതിലും. നിങ്ങളുടെ നാട്ടിൽ എല്ലാവരും എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോ എല്ലാരും ഒത്തുകൂടി ആടിപ്പൊളിയാക്കും അല്ലേ? അതാണ്. അതുപോലെ ചേച്ചി ഒരുപാട് ചാരിറ്റി ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് വീടുകൾ തോറും പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അല്ലേ? അതും ഈ ഒരു വർഷം ആയതേ ഉള്ളൂ അല്ലേ തുടങ്ങിയിട്ട്? ഇല്ല, അത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട്. ഞാൻ 2007 മുതലാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം നമ്മൾ ഈ തമ്പ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു എന്ന് പറഞ്ഞിട്ട് അതിൽ കുട്ടികളുടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറു പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നതും, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്കില്ലാതെ ഇരിക്കുന്നതും, പിന്നെ ചെറിയ കുട്ടികൾ ബാലവേല, അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്ക് വെച്ചിട്ട് നമ്മൾ ഓരോ ഊരുതലത്തിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവരെ ഉന്നമനത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അഹാർസ് വന്നു. അഹാർസിൽ തന്നെ നമ്മൾ സാക്ഷരത ഇൻസ്ട്രക്ടറായിട്ട് നിന്നിട്ടുണ്ട്. കാരണം വലിയ മുതിർന്ന ആൾക്കാർക്ക് പരിസ്ഥിതി സാക്ഷരത, അവരെ അക്ഷരമാലകൾ പഠിപ്പിക്കാൻ അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ തായ്ക്കുല സംഘം എന്ന് പറഞ്ഞാൽ അവിടെ അട്ടപ്പാടിയിൽ തന്നെ അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണിത്. അപ്പൊ അതാണ് ഒരു കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ അമ്മമാരെ മാനിച്ചുകൊണ്ടുള്ള തായ്ക്കുല അമ്മനെ ആണ് നമ്മളതിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ തായ്ക്കുല സംഘടന വഴി നമ്മൾ കുട്ടികളുടെയും ഗാർഹിക പീഡനം നേരിടുന്നതും അതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരുപാട് ഇങ്ങനെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന അപ്പം അങ്ങനെയുള്ള മേഖലയിലൊക്കെ നന്നായി പ്രവർത്തിക്കാനും അവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നിയമസഹായം എത്തിക്കാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ
കഴിയുന്നത്. യെസ്. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ആ ഒരു നാട്ടിൽ വന്നു തുടങ്ങി. അതിന്റെ പിന്താങ്ങി ചേച്ചി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം വലിയൊരു കൈയടി. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി പെട്ടെന്ന് പരിചയപ്പെടാം. നല്ല പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടുത്തതാണ്. അയ്യോ നാണമാകുന്നു. എന്റെ പേര് കമല. ഞാൻ അട്ടപ്പാടിയാണ്. എന്റെ വീട് സോളയൂർ പെട്ടിക്കല്ലാണ്. കമല ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ വീട്ടമ്മ. എന്റെ 2 പേരക്കുട്ടികളെ പേരക്കുട്ടികളെ മേച്ചോണ്ട് നടക്കലാണ് ഏറ്റവും വലിയ. അവർക്ക് ഇതുപോലെ പാട്ടൊക്കെ പാടി കൊടുക്കും അല്ലേ? പാട്ടൊക്കെ പാടി കൊടുക്കും. ഞങ്ങൾ പാട്ട് പാടാൻ പോകും. എല്ലാം പോവും. കുഞ്ഞിലെ മുതൽ നല്ല ആക്റ്റീവ് ആണ്. അടിപൊളി. ഇനി ഇത് പേര് പറഞ്ഞോളൂ ചേച്ചി. എന്റെ പേര് ഭഗവതി. ഭഗവതി. ഓ, എന്റെ പേര് പലകയൂരാണ്. ഞങ്ങൾ അട്ടപ്പാടിന്നാ വരുന്നത്. അപ്പൊ നിങ്ങൾ 3 പേര് കൂട്ട് ഞങ്ങൾ 4 പേര് വന്നിട്ടുണ്ട്. 4 പേര് വന്നിട്ടുണ്ട്. ഒരാൾക്ക് നാണം, പേടി പേടി പേടി. അപ്പൊ ഇതിപ്പോ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പേടിയാവും. അപ്പൊ കുറച്ച് പറയാനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ശിവാനി ചേച്ചികളും കൂടുതലായിട്ട് പാട്ട് പാടാനൊക്കെ ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അതെ. അപ്പൊ എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങളും വരുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള അട്ടപ്പാടിയിലെ സ്ത്രീ ജനങ്ങളൊക്കെ നമുക്ക് ഓരോരോ പരിപാടിയായിട്ട് ഇവിടെ എത്തിക്കണം അല്ലെ? ഒരു മെഗാ ഷോ തന്നെ നമുക്ക് നടത്തണം. നമുക്ക് കളിക്കാം, എല്ലാവർക്കും കളിക്കാം. ആദിവാസി കളി തന്നെ കാണിച്ചത്. അതെ അതെ. അപ്പൊ ഈ നിങ്ങൾ 3 പേര് 4 പേരും തമ്മിൽ എങ്ങനെയാണ് പരിചയം? കുഞ്ഞിലെ മുതലുള്ള പരിചയമാണോ? അത് ആവോ ഞങ്ങൾ ഒരു തായ്ക്കുല ഒരു കൂട്ടായ്മയാണ്. 10-20 ആള് ഒരു പെണ്ണുങ്ങള്. അപ്പൊ ഞങ്ങൾ എന്ത് വന്നാലും പോകും. ഒന്നിച്ചു പോകും. അപ്പൊ ഇന്നിപ്പോ ശിവാനി ചേച്ചിക്ക് ഇങ്ങനെ ഒരു വിളി വന്നു എന്ന് പറഞ്ഞപ്പോ എന്നാ ഞങ്ങൾ കൂടി വരാം എന്ന് പറഞ്ഞ് വന്നു. ഓ, അടിപൊളി. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്ന് നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. 3 പേരും അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി. ഇനി ഞാനൊരു കുസൃതി ഇവിടെ ശിവാനി ചേച്ചിയോട് ചോദിക്കാം. അതെന്താവും നോക്കാം. ഓക്കെ. അതായത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ നമുക്ക് അധികം മനസ്സിലാവാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഞാനൊരു മലയാള ഭാഷയിലൊരു കാര്യം എഴുതി. അത് ഞാൻ ചേച്ചിക്ക് ഇപ്പോൾ വായിച്ചു തരും. അപ്പം അതിനെ ചേച്ചിയുടെ ഈ ഇരുളം ഈ ഭാഷയിലേക്കൊന്ന് ആക്കണം. എന്നിട്ട് അതേ ന്യൂസ് പറക്കും തളികയിൽ ബസന്തിയുടെ ഭാഷയിലേക്ക് ബസന്തി ആക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർത്ഥാടനത്തിന് കാട് വിട്ടുപോയ അണലിയെ കുപ്പിയിൽ തിരികെ എത്തിച്ച വാവാ സുരേഷ്. കോയില കുമ്മുടാക്ക് പോന അണലി പാമ്പിനെ വാവാ സുരേഷ് പാമ്പിനെ എടുത്ത് കുപ്പിക്ക് പോട്ടെ. അടിപൊളി അടിപൊളി. ഇനി കോഴിക്കൂട്ടിൽ ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അണലി പിടിയിലായത്. കോഴി പട്ടിക്കുള്ളു ഓംപിളേറ്റ് ഉണ്ടെങ്കിൽ തിന്നു കൊണ്ടിരുന്ന കോയിനെ വന്ന് വാവാ സുരേഷ് കൊടുത്തു വെച്ചമ്പ. ഇനി ഇതിനെതിരെ ഓൾ കേരള അണലി അസോസിയേഷൻ വിഷം തുപ്പി പ്രതിഷേധിച്ചു. ഇച്ച നടന്നതുക്ക് എതിരാ മൊത്തത്തി കേരളത്തിലെ മൊത്തം ആൾക്കാർ ഒരു കൂട്ടായ്മ ഇരിക്കാറ്. ഒരു കൂട്ടം ഇതുക്ക് വേണ്ടി അവരെല്ലാം ചേർന്നുമ്പോ വിഷത്തെ തുപ്പി അവർക്ക് ഉടമ്പതി വിഷം ഇറക്കുന്നത്. വിഷത്തെ തുപ്പി അതിനെ വന്ന് സമരം പണ്ണമാര്. അടിപൊളി. ഇത് 6ാം തവണയാണ് ഇദ്ദേഹം ഇത്ര അണലിയെ കാട്ടിൽ തിരിച്ചെത്തിച്ചത്. ഇത് 6ാമത്തെ തക്കതേ ഇച്ച പണിയെടുക്കാതുമ്പോ. അടിപൊളി. കറക്റ്റ് അല്ലേ? സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് വസന്തി എങ്ങനെ പറയുമെന്നാണ് എനിക്കറിയില്ല. ಅಯ್ಯೋ ತೀರ್ಥಾಟನ ಯಪ್ಪೋ ಟಿವಿ ಟಿಕ್ಕೋ ಅಣಲಿ ಕುಂಭಕುತ್ತೋ ವಾವ ಸುರೇಶ್ ಕೋಳಿಗುಟ್ಟಗೆ ಅದನ್ನೇ ಆಮ್ಲೆಟ್ ಬುಕ್ಕಾರಂದಿಗ ಅಣಲಿ ಎನೆ ನಾ ಮುನ್ಷಿ ಆಲ್ ಕೇರಳ ಅಣಲಿ ಅಸೋಸಿಯೇಷನ್ ಶವಿ ತುಪ್ಪಿ ಪ್ರತಿಸಂದಡು. ಇದುಗೆ ಕ್ವಶ್ಚನ್ കൊണ്ട് പാടൂല. ಇದುಗೆ 6ാം ತುಪ್ಪುಡು ಇದಗೆ ಅಣಲಿ ಕಾಟು ವಸ್ತುಂದಿ. Oh my God, super.